ഹായ് ഓൾ, പി കെ ലേണിംഗ്സിൻ്റെ PYQ സീരീസിൻ്റെ സിമ്പിൾ അരിത്തമെറ്റിക് വിഭാഗത്തിലുള്ള സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2020 സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്നീ ടോപ്പിക്കുകളിൽ നിന്ന് PSC ഓൺലൈനിലും ഓഫ്ലൈനിലും ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പം 2020 ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുമായിട്ട് 10 ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 10 ക്വസ്റ്റ്യൻസും ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോയാലോ ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 5000 രൂപ 8% നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ തിരികെ ലഭിക്കാവുന്ന തുക എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇത് 3/2020 LD ക്ലർക്കിൻ്റെ ചോദ്യപേപ്പറിലുള്ള ചോദ്യമാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആൻസർ B എന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശയ്ക്കാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സാധാരണ പലിശയാണെങ്കിൽ ആ പലിശ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to PNR/100. അതായത് ഈ N എന്ന് ഉദ്ദേശിക്കുന്ന ഇയർ ആണ്. N അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ T എന്ന് കാണാറുണ്ട്. അതായത് ടൈം പീരീഡ് എന്നുള്ള ആ ഒരു സെൻസിൽ T എന്നും കാണാറുണ്ട്. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. N വർഷം, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. 5000 ആണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് 8%, അതായത് 8/100 ഇൻറ്റു N എന്ന് പറയുന്നത് 2 ആണ്. 2 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. അപ്പോൾ നമ്മളിവിടെ ഈ 2 0 പോയി, ഇവിടെ 8ഉം 5ഉം 40 അല്ലേ. അപ്പോൾ ഇവിടെ 400 ഇൻറ്റു 2 800 രൂപയാണ് നമ്മുടെ പലിശ എന്ന് പറയുന്നത്. 800 രൂപയാണ് പലിശ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 വർഷത്തിന് ശേഷം തിരികെ ലഭിക്കുന്ന തുക, അതായത് എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇട്ട 5000 കിട്ടും, പ്ലസ് ഈ പലിശയും കിട്ടും അല്ലേ. അതായത് 5000 പ്ലസ് 800, അതായത് നമുക്ക് തിരികെ ലഭിക്കുന്നത് 5800 രൂപയാണ്. 5800 രൂപ, അതായത് ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എ പേഴ്സൺ ഡെപ്പോസിറ്റഡ് ₹5500 ഇൻ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ 3 years. If he gets ₹1320 as interest, what is the rate of interest? അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആറിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ P നമുക്ക് തന്നിട്ടുണ്ട്. P is equal to 5500 ആണ്. അതുപോലെ I തന്നിട്ടുണ്ട്. I എന്ന് പറയുന്നത് 1320 ആണ്. പിന്നെ N തന്നിട്ടുണ്ട്, 3 വർഷമാണ്. R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. I is equal to, അതായത് സാധാരണ പലിശയാണെങ്കിൽ I എന്ന് പറയുന്നത് PNR/100 ആണ്. അപ്പോൾ അവിടെ Pയുടെ വാല്യൂ 5500 ആണ്. അതുപോലെ Nൻ്റെ വാല്യൂ 3 ആണ്. R കണ്ടുപിടിക്കണം, ഡിവൈഡഡ് ബൈ 100 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്നത് എത്ര വരും? അപ്പോൾ ഇവിടെ Iയുടെ വാല്യൂ എഴുതാൻ വിട്ടു. 1320 ആണ് Iയുടെ വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R എന്ന് പറയുന്നത് 1320 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 5500 ഇൻറ്റു 3 ആണല്ലോ. അപ്പോൾ ഈ 2 0 ഈ 2 0 കൂടെ ഞാനങ്ങ് വെട്ടി. ഇനി ഇവിടെ 5 കൊണ്ട് വെട്ടുമ്പോൾ 11 വരും. ഇവിടെ 5 കൊണ്ട് വെട്ടിക്ക് 2 പ്രാവശ്യം 10, 32, 6 പ്രാവശ്യം 30, ഇനി 20, 4 പ്രാവശ്യം 20. ഇനി നോക്കിക്കേ, ഇനി 11 കൊണ്ട് ഇതിനെ വെട്ടാൻ പറ്റും. അതായത് 2 പ്രാവശ്യം 22, 44, 4 പ്രാവശ്യം 44. ഇനി ഈ 24 3 കൂടെ വെട്ടിക്കൂടെ 8. അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ വെട്ടലും കഴിഞ്ഞിട്ട് അവസാനം 8%, അതാണ് നമ്മുടെ ആറിൻ്റെ വാല്യൂ. ഓപ്ഷൻ B 8%. അതായത് ഇതെല്ലാം വെട്ടിപ്പോകുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മുടെ ഇക്വേഷൻ ഉണ്ട്, PNR/100 എന്ന് പറയുന്ന ഇക്വേഷനിൽ, അല്ലെങ്കിൽ PTR/100 എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈസി അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 8% കൂട്ടുപലിശ കണക്കാക്കാവുന്ന ഒരു ബാങ്കിൽ നിന്ന് ഒരാൾ 50000 രൂപ കടമെടുത്തു. 1-ാം വർഷാവസാനം 20000 രൂപ തിരിച്ചടച്ചു. 2-ാം വർഷാരംഭം പലിശ 10% വർദ്ധിച്ചു. 2 വർഷം കഴിഞ്ഞ് അയാൾ എന്തു തുക തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൂട്ടുപലിശ എന്നാണ്, ആണല്ലോ. പറഞ്ഞിരിക്കുന്നത് കൂട്ടുപലിശ എന്നാണ്. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ സാധാരണ പലിശ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ആദ്യം നിങ്ങൾ നോക്കിയേ, 8% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 50000 രൂപ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. 1-ാം വർഷാവസാനം അയാൾ 20000 രൂപ തിരിച്ചടച്ചു. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂട്ടുപലിശയും സാധാരണ പലിശയും ആദ്യത്തെ 1 വർഷം സെയിം ആയിരിക്കും. കാര്യം എന്താണ്?
രണ്ടാമത്തെ വർഷം മുതലാണ് കൂട്ടുപലിശയിൽ ചേഞ്ച് വരുന്നത്. കാര്യം കൂട്ടുപലിശയിൽ പലിശയ്ക്കും കൂടി ഒരു പലിശ വരും. അതാണ് കൂട്ടുപലിശയുടെ പ്രത്യേകത. ആ പലിശയ്ക്കും കൂടി പലിശ ആദ്യത്തെ വർഷം കഴിയുമ്പോഴല്ലേ ഒരു പലിശ അവിടെ ഉണ്ടാവുന്നുള്ളൂ. പിന്നീടല്ലേ ആ പലിശയ്ക്കും കൂടി പലിശ വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ സാധാരണ പലിശ ആയിക്കോട്ടെ കൂട്ടുപലിശ ആയിക്കോട്ടെ സെയിം ആണ്. പിന്നെ രണ്ടാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ കൂട്ടുപലിശയ്ക്ക് ഈ നമുക്ക് ആദ്യത്തെ വർഷം കിട്ടിയ ആ പലിശയ്ക്കും കൂടി ഒരു പലിശ കിട്ടും. അതാണ് അവിടെയുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ പി എന്ന് പറയുന്നത് 50,000 ഇയാൾ കടമെടുത്തതാണ് അല്ലേ. കടമെടുത്തത് 50,000 രൂപയാണ്. ഈ 50,000 രൂപയുടെ എത്ര ശതമാനമാണ് പലിശ? 8% പലിശ. അപ്പോൾ 50,000-ന്റെ 8% എന്ന് പറയുമ്പോൾ 4,000 രൂപ വരും. അപ്പോൾ രണ്ടാമത്തെ വർഷം തുടക്കമായപ്പോൾ ഇയാൾ ബാങ്കിന് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഇയാൾ എടുത്ത 50,000 കൊടുക്കണം, അതിൻ്റെ കൂടെ പലിശയായിട്ടൊരു 4,000 രൂപയും കൂടെ, അതായത് 54,000 രൂപയാണ് ഇപ്പോൾ ഇയാളുടെ കടം എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ എപ്പോഴും നമ്മളെപ്പോഴും ഒരു എമൗണ്ട് എടുക്കുമ്പോൾ പലിശ കയറി വന്നാണ് ശരിക്കും നമ്മൾ തിരിച്ചടയ്ക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ അല്ലേ മുതലിൻ്റെ ഇരട്ടി ആകാറുണ്ട് പലപ്പോഴും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ പലിശ എന്ന് പറയുന്നവൻ അവിടെ ഒരു വില്ലനാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അപ്പോൾ ആൾ എടുത്തത് 50,000 ആണ്. പക്ഷേ ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ അയാളുടെ കടം എന്ന് പറഞ്ഞാൽ ആ പലിശയും കൂടെ ചേർന്ന് 54,000 രൂപ. അപ്പോൾ അയാൾ ബുദ്ധിയുള്ള ആളായിരുന്നു. അയാൾ എന്ത് ചെയ്തു? 20,000 രൂപ, എവിടുന്നോ 20,000 രൂപ കിട്ടിയപ്പോൾ അത് കൊണ്ടുവന്ന് അങ്ങ് അടച്ചു. അപ്പോൾ ഇനി അയാളുടെ കടം കുറഞ്ഞില്ലേ? അപ്പോൾ ഈ 54,000 രൂപയിൽ നിന്ന് 20,000 കുറഞ്ഞു. അങ്ങനെ ഇപ്പം അയാളുടെ കടം എന്ന് പറഞ്ഞാൽ 34,000 രൂപയായി. അതായത് ഒന്നുമില്ല, ഇപ്പോഴത്തെ പി എന്ന് പറയുന്നത് 34,000 ആണ്. പക്ഷേ ബാങ്ക് ഒരു കാര്യം ചെയ്തു, 8% ഇൻട്രസ്റ്റ് എന്നുള്ളതിനെ കൂട്ടി 10 ആക്കി. കഷ്ടമാണല്ലേ. 8 ആയിരുന്നു, പക്ഷെ ആ 8-നെ കൂട്ടി 10 ആക്കി. ഇനി ഇയാൾ ഈ 34,000 രൂപയ്ക്ക് 10% പലിശയാണ് കാണുന്നത്. അപ്പം നോക്കിയേ, 34,000-ന്റെ 10% എത്രയാണ്? 3,400. നിങ്ങൾക്ക് എഴുതി നോക്കാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. 34,000-ന്റെ 10% എന്ന് പറയുന്നത് 3,400 ആണ്. അപ്പോൾ ആണല്ലോ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2 വർഷം കഴിഞ്ഞ് അയാൾ എന്ത് തുക തിരിച്ചടയ്ക്കണം. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ വർഷം കഴിഞ്ഞു. രണ്ടാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ നമ്മളുടെ മുതൽ 34,000 ആയിരുന്നു, പലിശ ഒരു 3,400 കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾ തിരിച്ചടയ്ക്കേണ്ട തുക എന്ന് പറഞ്ഞാൽ ഈ 34,000-ന്റെ കൂടെ 3,400 കൂടി അടയ്ക്കണം. അപ്പോൾ എത്ര വരും നോക്കിയേ, 34,000-ന്റെ കൂടെ 3,400 കൂടി ചേർക്കണം. 4, 7, 3, അതായത് 37,400 രൂപ അല്ലേ ഈ പാവം പിടിച്ച മനുഷ്യൻ തിരിച്ചടയ്ക്കണം. അപ്പോൾ നോക്കിയേ, 37, നമുക്കിവിടെ ആൻസർ കിട്ടിയാൽ മതി, 37,400. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ നമ്മുടെ ഈ PNR/100 ആണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ P/R/100 മാത്രമാണ് ചെയ്തത്. ഇവിടെ നോക്കിയേ, പി എന്ന് പറയുന്നത് നമ്മുടെ 50,000 P ആണ്, ഇത് 6 ആണ്. എന്നിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് അത് എഴുതിയില്ല. അപ്പോൾ ആദ്യത്തെ വർഷത്തെ പലിശ കിട്ടി. ഇനി അത് ആ കഥയിൽ ആ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മളത് കൂട്ടി മുതലിൻ്റെ കൂടെ കൂട്ടിയപ്പോൾ 54,000, ആ 54,000-ന് 20,000 അയാൾ തിരിച്ചടച്ചു. അപ്പോൾ നമ്മുടെ മുതൽ 34,000 ആയി മാറി. ഈ 34,000 പക്ഷേ ബാങ്ക് പലിശയുടെ റേറ്റ് കൂട്ടി 10% ആക്കി. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ 10% കണ്ടുപിടിക്കേണ്ടത്, 3,400. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്, PNR/100 എന്ന് പറയുന്ന ഇക്വേഷനാണ്. കണ്ടോ, ഇപ്പോഴത്തെ പി എന്ന് പറയുന്നത് 34,000 ആണ്, എൻ എന്ന് പറയുന്നത് 1 ആണ്, 6 10%. അപ്പോൾ നമ്മൾ കൂട്ടുപലിശ എന്ന് പറഞ്ഞാലും ഇവിടെ ഓരോ വർഷത്തെയും കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ തന്നെയാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൻസാണ്. ഓക്കെ, എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാതെ അതിൻ്റെ ആ ഒരു ലോജിക്കും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 3,400 രൂപയാണ് ഇൻട്രസ്റ്റ് വന്നത്. അതും കൂടി നമ്മൾ മുതലായ 34,000-നോട് ആഡ് ചെയ്യുമ്പോൾ 37,400 രൂപ എന്ന് നമുക്ക് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മാസത്തിൽ 40 രൂപ വീതം അടച്ച് 1.5 വർഷത്തിൽ തീർക്കാവുന്ന വായ്പ 1 വർഷം കൊണ്ട് തീർക്കാൻ മാസം എത്ര രൂപ വീതം അടയ്ക്കണം? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആൻസർ ഓപ്ഷൻ എ ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ കിട്ടുമെന്ന്. അപ്പോൾ ഇത് നോക്കി, മാസത്തിൽ 40 രൂപ വീതം അടച്ച് 1.5 വർഷം. അപ്പോൾ 1.5 വർഷം എന്ന് പറയുമ്പോൾ എത്ര മാസമുണ്ട്? നമുക്കറിയാം, ഒരു വർഷത്തിൽ 12 മാസം.
അപ്പോൾ അരവർഷം എന്ന് പറഞ്ഞാൽ 6 മാസം. അപ്പോൾ 1.5 വർഷം, നോക്കി 1.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 മാസമല്ലേ, 18 മാസമല്ലേ. അപ്പോൾ 18 മാസം, ഒരു മാസം 18 മാസം കൊണ്ടാണ് അടയ്ക്കുന്നത് അല്ലേ, 18 മാസം കൊണ്ടാണ് അടയ്ക്കുന്നത്. ഒരു മാസം നമ്മൾ അടയ്ക്കുന്നത്, ഒരു മാസം അടയ്ക്കുന്ന തുക എന്ന് പറയുന്നത് 40 രൂപയാണ്, 40 രൂപ. അങ്ങനെയാണെങ്കിൽ 18 മാസം കൊണ്ട് എത്ര തുക അടഞ്ഞു തീരും? 18 × 40 അല്ലേ, 18 × 40, 18 × 4 എത്ര? 4 32, ശിഷ്ടം 3, 1 4 4 3 7, 720 രൂപയാണ് ഇയാൾ 1.5 വർഷം കൊണ്ട് അടയ്ക്കുന്നത്. ഒരു മാസം 40 രൂപ വെച്ച് അടച്ചടച്ച് 1.5 വർഷം കൊണ്ട് ഇയാൾ അടയ്ക്കുന്നത് 720 രൂപയാണ്. ആ 720 രൂപ അതേ എമൗണ്ട് തന്നെ അടയ്ക്കണം, എന്നാൽ ഒരു വർഷം കൊണ്ട് അടയ്ക്കണം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ എത്ര മാസം? 12 മാസം. അപ്പോൾ 720നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 720നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12 6 72. സോ ഇത് വെട്ടുമ്പോൾ ഇവിടെ നമുക്ക് 60 എന്ന് കിട്ടും. അതായത് 60 രൂപ വെച്ചാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഒരു മാസം 60 രൂപ വെച്ചാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഈസി അല്ലേ? അതായത് നമ്മൾ ആദ്യം 1.5 വർഷം എന്ന് പറയുന്നത് എത്ര മാസമാണെന്ന് നോക്കി, 18 മാസമാണ്. അപ്പോൾ ഒരു മാസം നമ്മൾ 40 രൂപ വെച്ച് അടയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ 18 മാസം കൊണ്ട് എത്ര രൂപ അടയും? 18 × 40, 720 രൂപയാണ് അടയുന്നത്. അപ്പോൾ ഈ സെയിം എമൗണ്ട് തന്നെ 12 മാസം കൊണ്ട് അടയ്ക്കണമെങ്കിൽ 720/12 ചെയ്യുക, 60 രൂപ എന്ന് കിട്ടും. ഈസി അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ 2 വർഷത്തിന് ശേഷം 1392 രൂപയും 5 വർഷത്തിന് ശേഷമാണെങ്കിൽ 1680 രൂപയുമാണ് ലഭിക്കുന്നതെങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനം? അപ്പോൾ ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് നോക്കാം എങ്ങനെയാണ് കിട്ടുന്നത്. നോക്കി, ഇവിടെ സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചപ്പോൾ 2 വർഷത്തിന് ശേഷം 1392. അതായത് നോക്കിയേ, 2 വർഷം കൊണ്ട് കിട്ടുന്ന പലിശയാണ് എത്രയാടാ? 1392 രൂപ. 5 വർഷം കൊണ്ട് കിട്ടുന്ന പലിശ എത്രയാണ്? 1680 രൂപ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ 2 വർഷത്തിൻ്റെയും കൂടെ ഗ്യാപ്പ്, 2 വർഷം മുതൽ 5 വർഷം വരെയുള്ള ഗ്യാപ്പ് 3 വർഷമല്ലേ? കാര്യം നമ്മുടെ സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ വർഷം ഒരു എമൗണ്ട് കിട്ടി, അടുത്ത വർഷം അതേ എമൗണ്ട് തന്നെ, അടുത്ത വർഷം അതേ എമൗണ്ട് തന്നെ അല്ലേ? അപ്പം ഈ 2 വർഷവും 5 വർഷവും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 വർഷം. ഓക്കെ, അപ്പോൾ ഈ 3 വർഷം കൊണ്ട് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1680 - 1392 ചെയ്യുക. അതായത് 288 രൂപ എന്ന് വരും, 288 രൂപ. ഓക്കെ, അതായത് 3 വർഷം കൊണ്ട് പലിശ ഇനത്തിൽ കിട്ടുന്ന എമൗണ്ടാണ് 288. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ പലിശ എന്ന് പറയുന്നത് 288/3. 9 പ്രാവശ്യം 27, 18 6 പ്രാവശ്യം, അതായത് 96 രൂപ വരും. മനസ്സിലായോ? അപ്പം നമ്മളുടെ പലിശ എന്ന് പറയുന്നത് 96. ക്ലിയർ ആയോ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പലിശ നിരക്കാണ്. പലിശ നിരക്ക് കാണണമെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി വേണം. അതായത് തുടക്കം നമ്മൾ നിക്ഷേപിച്ച തുക, അതിന് 96 രൂപ പലിശ കിട്ടി. അങ്ങനെയാണെങ്കിൽ 100-ന് എത്ര? അതാണല്ലോ പലിശ നിരക്കെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ നോക്കിയേ, ഒരു വർഷത്തെ പലിശയാണ് 96 രൂപ. നമ്മുടെ കയ്യിൽ 2 വർഷം, 2 വർഷത്തിന് ശേഷം 1392 രൂപ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? 2 വർഷത്തിന് ശേഷം നമ്മുടെ ഈ ബാങ്കിലെ എമൗണ്ട് എത്രയാവുമെന്ന് പറഞ്ഞു? 1392. 2 വർഷം കൊണ്ടുള്ള പലിശ എത്രയാണ്? 96 × 2, 6 2 12, ശിഷ്ടം 9 2 18 1 19. 192 രൂപയാണ് 2 വർഷം കൊണ്ട് ഇയാൾക്ക് കിട്ടുന്ന പലിശ. അപ്പോൾ 1392 എന്ന് പറഞ്ഞാൽ പലിശയും മുതലും കൂടെ ഉള്ള എമൗണ്ടാണ്, ടോട്ടൽ എമൗണ്ടാണ്. അതിൽ നിന്ന് 192 രൂപ കുറച്ചാൽ നിങ്ങൾക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടത്തില്ലേ? പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുമല്ലോ. കുറച്ചേ, 1392 നിന്ന് 192 കുറയ്ക്കുമ്പോൾ 1200 എന്ന് കിട്ടും. മനസ്സിലായോ? അതായത് നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് 1200 ആണ്. ഇനിയിപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടും കിട്ടി, പലിശയും കിട്ടി. ഇനി റേറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 1200-ൽ 96 രൂപ പലിശ കിട്ടും. അങ്ങനെയാണെങ്കിൽ 100-ന് എത്ര? ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും കൂടെ വെട്ടി 12-ഉം 96-ഉം കൂടെ വെട്ടുന്നു, 8 പ്രാവശ്യം. അതായത് 8%. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടെ പറയാം.
ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സാധാരണ പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരു തുക നിക്ഷേപിച്ചു. ആ തുക എത്രയാണെന്ന് നമുക്കറിയില്ല. 2 വർഷത്തിന് ശേഷം കിട്ടിയ എമൗണ്ട് ആണ് 1392. അതായത് പലിശ ഉൾപ്പെടെയുള്ള എമൗണ്ട് ആണ് 1392. 5 വർഷത്തിന് ശേഷം കിട്ടുന്നതാണെങ്കിൽ 1680. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 വർഷത്തിന് ശേഷം ഇത്ര എമൗണ്ട് കിട്ടി, 5 വർഷത്തിന് ശേഷം ഇത്ര എമൗണ്ട് കിട്ടി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ആ എക്സസ് എമൗണ്ട് എന്ന് പറയുന്നത് പലിശയാണ്. ആ 3 വർഷം, 2 വർഷം മുതൽ 5 വർഷം വരെയുള്ള പലിശയാണ് 288. അപ്പം നമുക്കറിയാം സാധാരണ പലിശ ആയതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റൻ്റ് ആണ്. 3 വർഷം കൊണ്ട് കിട്ടിയ പലിശ 288 ആണെങ്കിൽ 1 വർഷത്തെ പലിശ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 288/3 ചെയ്യുക. 96 രൂപയാണ് 1 വർഷത്തെ പലിശ. അങ്ങനെയാണെങ്കിൽ 2 വർഷത്തിന് ശേഷമുള്ള ടോട്ടൽ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് 1392. 2 വർഷത്തേക്കുള്ള പലിശ കണ്ടുപിടിച്ചൂടെ? 96 × 2 192. ഈ 192 1392 കുറച്ചാൽ എത്ര രൂപയാണ് ഇയാൾ ബാങ്കിൽ ഇട്ടതെന്ന് കിട്ടും. അതായത് 1200 രൂപയാണ് ഇയാൾ ബാങ്കിൽ ഇട്ടത്. 1200 രൂപയ്ക്കാണ് 96 രൂപ പലിശ. അങ്ങനെയാണെങ്കിൽ 100-ന് എത്ര? അതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വെട്ടി 12ഉം 96ഉം കൂടെ വെട്ടുമ്പോൾ 8%. ഓപ്ഷൻ എ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ ആണ്, 5 ക്വസ്റ്റ്യൻ. ഈ 5 ക്വസ്റ്റ്യൻ ആണ് 2020 PSC ചോദിച്ചത്, ഈ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്നും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നും കൂടി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിലും ഇതുപോലെ ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട് 2020. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അടുത്തത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. അവയുടെ വ്യത്യാസം 24 എങ്കിൽ ചെറിയ സംഖ്യ എത്ര എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ എ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം അഥവാ റേഷ്യോ 3:4 ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം 24 ആണെന്ന് പറയുന്നു. അപ്പം നിങ്ങൾ നോക്കിയേ, ഈ റേഷ്യോയിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ് അല്ലേ? ശരിക്കും ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 24 ആണ്. അതായത് 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് 1x എന്ന് പറയുന്നതാണ് 24. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 24 ആണ്. അതായത് നമ്മൾ ഈ അംശബന്ധം എഴുതുമ്പോൾ കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയുമല്ലോ. ആ കോമൺ വാല്യൂ ആണ് ഈ എക്സ് എന്ന് പറയുന്നത്. നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത് 3x-ഉം 4x-ഉം ആണ്. ഈ എക്സ് വെട്ടിക്കളയും, കോമൺ പാർട്ട് വെട്ടിക്കളയും. അങ്ങനെയാണല്ലോ നമ്മൾ അംശബന്ധം എഴുതുന്നത്. ഏറ്റവും ലോവസ്റ്റ് ഇതിൽ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്ത അത്രയും ലോവസ്റ്റ് ഇതിൽ എഴുതുന്നതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ 2 റേഷ്യോയിലെ ഈ നമ്പറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആക്ച്വലി ആ 1x എന്ന് പറയുന്നതാണ് 24. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 24 ആണെന്ന് കിട്ടിയല്ലോ. ഇനി നമ്മളോട് ചെറിയ സംഖ്യയാണ് ചോദിച്ചത്. ചെറിയ സംഖ്യ 3x ആണ്. അതായത് 3 × 24 എത്ര വരും? 72 അല്ലേ? അപ്പോൾ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3 × 24 72 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇഫ് x/y = 3:4 then 4x + y = 5x - 2y എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക വെച്ചാൽ വളരെ എളുപ്പമാണ്. നോക്കിയേ, നമുക്ക് x/y തന്നിട്ടുണ്ട് 3:4. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4x + y = 5x - 2y എത്രയാണെന്നുള്ളതാണ്. ഒന്നുമില്ല, നിങ്ങൾ ഈ എക്സ്പ്രഷനിൽ എക്സിന് 4-ഉം എക്സിന് 3-യും വൈക്ക് 4-ഉം ഇട്ട് കൊടുത്താൽ മതി. നോക്കിയേ, എക്സിന് 3 ഇടുമ്പോൾ 4 × 3 പ്ലസ് വൈക്ക് 4 കൊടുക്കുക 5 × 4 ഈസ് അഗെയിൻ എക്സിന് 3 അല്ലേ? 5 × 3 - 2 × 4. അപ്പോൾ ഇവിടെ 4 × 3 12, 5 × 4 20 ഈസ് 5 × 3 15 - 2 × 4 8. ഇവിടെ 20 + 12 അല്ലേ? 32 ഈസ് 15-ൽ നിന്ന് 8 പോയാൽ എത്ര? 7. 32 ഈസ് 7. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് ഫ്രാക്ഷൻ ആയിട്ടാണ്. നമുക്കറിയാം A/B എന്ന് പറയുന്ന റേഷ്യോയെ ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ A/B ആണ്. അങ്ങനെയാണെങ്കിൽ 3:7 ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ 32:7 ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ 32/7 അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ? ജസ്റ്റ് എക്സിനും വൈക്കും ഈ 3 എന്ന 4 എന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ നമ്മുടെ ആൻസർ ഫ്രാക്ഷൻ്റെ ആ ഒരു ഫോമിലായതുകൊണ്ട് ഫ്രാക്ഷനിൽ എഴുതി, അല്ലെങ്കിൽ നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതണമായിരുന്നു. ക്ലിയർ അല്ലേ?
അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ? അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:5. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആയാൽ സംഖ്യകൾ ഏവ. അപ്പോൾ ഇത് ആൻസർ ഡി ആണ് കിടക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്ന് നോക്കാം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 3:5 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോക്കിയേ, ഇനി വ്യത്യാസം 10 എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കറിയാം നമ്മുടെ സംഖ്യകൾ 3x 5x ആണല്ലേ. അപ്പം നമുക്കറിയാം ഇവിടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5x - 3x എന്ന് പറയുന്നത് 2x ആണ്. അതായത് നമ്മളോട് പറഞ്ഞത് 2x = 10 ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ നമ്മളുടെ സംഖ്യകൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ആദ്യത്തെ വാല്യൂ 3 × 5, രണ്ടാമത്തത് 5 × 5. അതായത് 15:25 ആണ് നമ്മുടെ സംഖ്യകളെന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:5, സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആയാൽ സംഖ്യകൾ ഏവാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സംഖ്യകൾ നമ്മൾ 3:5 ആയതുകൊണ്ട് തന്നെ സംഖ്യകൾ 3x 5x ആണ്. അവർ തമ്മിലുള്ള വ്യത്യാസം 10 എന്ന് പറയുമ്പോൾ 5x - 3x ആണ് 10 എന്ന് പറയുന്നത്. അതായത് 2x ആണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ 5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആ 5 നമ്മൾ ഈ റേഷ്യോയിലോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സംഖ്യകളെന്ന് പറയുന്നത് 3 × 5 5 × 5, അതായത് 15 25 ആണ് നമ്മുടെ സംഖ്യകൾ. അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 2 numbers are in the ratio 6:7. If 15 is added to both of the numbers, their ratio becomes 11:12. The numbers are, നോക്കാം, ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അതായത് രണ്ട് സംഖ്യകളുടെ റേഷ്യോ 6:7 ആണ്. ഇനി നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ആഡ് ചെയ്തു? 15 ആഡ് ചെയ്തു. 15 ആഡ് ചെയ്തപ്പോൾ നമ്മുടെ റേഷ്യോ 11:12 ആയി. ഓക്കെ, അപ്പം നോക്കിയേ, ഇവിടെ ഈ 6 മുതൽ 11 വരെയുള്ള, ഈ 6 മുതൽ 11 വരെയുള്ള ഗ്യാപ്പ് 5 ആണ്. അതുപോലെ തന്നെ ഇവിടെയും 7 to 12 വരെയുള്ള ഗ്യാപ്പ് 5 ആണ്. അതായത് നമ്മൾ ശരിക്കുള്ള സംഖ്യയിൽ 15 ആഡ് ചെയ്തപ്പോൾ റേഷ്യോയിൽ 5 കൂടി. മനസ്സിലായോ? ശരിക്കുള്ള സംഖ്യയിൽ നമ്മൾ 15 ആഡ് ചെയ്തപ്പോൾ റേഷ്യോയിൽ 5 കൂടി. അതായത് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് 15/5, 3 യൂണിറ്റ് ആണ് നമ്മുടെ റേഷ്യോയിൽ വരുന്ന വാല്യൂ. അതായത് x = 3 ആണ്. നമ്മൾ പറയുമല്ലോ ശരിക്കുള്ള സംഖ്യകളെന്ന് പറഞ്ഞാൽ 6x 7x ആണ്. ആ കോമൺ പാർട്ട് എന്ന് പറയുന്നത് 3 ആണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ ഓരോ സംഖ്യയോടും 15 കൂട്ടിയപ്പോൾ നമ്മുടെ റേഷ്യോയിൽ 5 കൂടിയാണ് വന്നത്. അതായത് 15-ന് 5 കൂടി. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 ആണ് കൂടിയിരിക്കുന്നത്. അതായത് ആ കോമൺ പാർട്ട് എന്ന് പറയുന്നത് 3, എക്സിൻ്റെ വാല്യൂ 3 ആണ്. അപ്പം നമ്മുടെ സംഖ്യകളെന്ന് പറഞ്ഞാൽ 6 × 3 11 × 3 ആണ്. 6 × 3 എത്രയാ? 18. 11 × 3 എത്രയാ? 21. 18 21 ആണ് നമ്മുടെ സംഖ്യകൾ. ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയോ? നമ്മൾ നോക്കിയപ്പോൾ 6:7 ആയിരുന്നു നമ്മുടെ റേഷ്യോ. 15 ഓരോ ടേമിനോടും കൂട്ടിയപ്പോൾ അത് 11:12 ആയി. അതായത് ഓരോ ടേമിനോടും 5 കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 15 കൂട്ടിയപ്പോൾ റേഷ്യോയിൽ 5 കൂടി. അതായത് ശരിക്ക് ഒരു ഇതിന് 3 ഇതാണ് കൂടുന്നത്. അതായത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 3 വാല്യൂ കൂടുമ്പോൾ റേഷ്യോയിൽ 1 വാല്യൂ കൂടും. മനസ്സിലായി? ശരിക്കും 3 വാല്യൂ കൂടുമ്പോൾ റേഷ്യോയിൽ 1 വാല്യൂ. നിങ്ങൾ അത്രയൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾ ഓർക്കേണ്ടത്, എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ എന്ന് പറയുന്നത് 6:7 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ 6x 7x ആണ്. ഒരു കോമൺ പാർട്ട് അവിടെ വെട്ടിപ്പോയിട്ടുണ്ട്. ഈ എക്സ് എന്ന് പറയുന്നവനെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ആ കോമൺ പാർട്ടാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ കോമൺ പാർട്ട് ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ 15 കൂട്ടിയപ്പോൾ റേഷ്യോയിൽ 5 കൂടി. അങ്ങനെയാണെങ്കിൽ 15/5 3 എന്ന് പറയുന്നതാണ് ഇവിടെ എക്സിൻ്റെ വാല്യൂ. അതിനി ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 6 × 3 18, 7 × 3 21. നമ്മുടെ നമ്പേഴ്സ് 18 21. ക്ലിയർ ആയോ? നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോയാലോ? അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = y = 3:4, y = z = 3:5 ആയാൽ x = y = z എത്ര എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്. നമുക്കിത് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. x = y എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ഒന്ന് എഴുതാം. ഇവിടെ x = y = z ആദ്യം നിങ്ങൾ മുകളിൽ എഴുതുക.
ഇനി എക്സ് ഈസ് ടു വൈ എന്ന് പറഞ്ഞാൽ 3:4 ആണല്ലോ. y ഈസ് ടു ഇസഡ് എന്ന് പറഞ്ഞാൽ 3:5. ഇനി എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് കാണാൻ നിങ്ങൾ ഇവിടെ തൊട്ടടുത്ത വാല്യൂ കൊണ്ട് ഫില്ല് ചെയ്യുക. ഇവിടെയും തൊട്ടടുത്ത വാല്യൂ 3 അല്ലേ, ആ 3 കൊണ്ട് ഇവിടെയും ഫില്ല് ചെയ്യുക. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 9 ഈസ് ടു 4 × 3 12 ഈസ് ടു 4 × 5 20. 9 ഈസ് ടു 12 ഈസ് ടു 20. അതായത് ഓപ്ഷൻ ബി 9 ഈസ് ടു 12 ഈസ് ടു 20 ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ആദ്യം എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് എന്ന് എഴുതുക. എന്നിട്ട് ആദ്യം എക്സ് ഈസ് ടു വൈയുടേത് അതിൻ്റെ നേരെ എഴുതുക. പിന്നെ വൈ ഈസ് ടു ഇസഡും അതിൻ്റെ നേരെ എഴുതുക. 3:5. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇസഡിൻ്റെ താഴെ നിങ്ങൾക്ക് വാല്യൂ ഇല്ലല്ലോ, അവിടെ തൊട്ടിപ്പുറത്ത് 4 കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുക. ഇവിടെ ആദ്യം എക്സിന് വാല്യൂ ഇല്ല, അപ്പോൾ ഈ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന വൈയുടെ വാല്യൂ ആയ 3 കൊണ്ട് ഫില്ല് ചെയ്യുക. ഇനി പ്രോഡക്റ്റ് എടുക്കുക, താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 3 9, 4 × 3 12, 4 × 5 20. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ റേഷ്യോയും പ്രപ്പോർഷനും ഈ 2 ടോപ്പിക്കുകളിൽ നിന്ന് PSC 2020 ചോദിച്ച 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. നിങ്ങൾ തുടർന്നും വരുന്ന PYQ സീരീസുകൾ മുടങ്ങാതെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ആ PYQൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു അസറ്റാണ്. ചില ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഈസി ആയിരിക്കും, കാര്യം അതിൻ്റെ ആ ഒരു പോസ്റ്റ് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഈസി ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിനാണോ നോക്കുന്നത് അതിൻ്റെ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.